നിങ്ങൾ റൂമിലേക്ക് കയറി ചെല്ലാണ്, പെട്ടെന്ന് എല്ലാവരുടെ അറ്റൻഷൻ നിങ്ങളിലേക്ക് വരികയാണ്, ഓൾ ഐസ് ഓൺ യു. സോഷ്യൽ ആങ്സൈറ്റി ഉള്ളവർക്ക് ഇതൊരു നൈറ്റ് മെയർ ആണ്. Now, do you know why this happens? Now, this could be because of something called spotlight effect. ഈ സ്പോട്ട് ലൈറ്റ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതായത് ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ നമ്മളൊരു റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ, ഒരു പബ്ലിക് പ്ലേസിൽ പോകുമ്പോൾ പെട്ടെന്ന് ആ സ്പോട്ട് ലൈറ്റ് നമ്മളിലേക്ക് വരികയാണെന്ന് ഫീലിംഗ്. അതായത് നമ്മുടെ ഡ്രസ്സ്, നമ്മുടെ സംസാര രീതി, എന്തിന് നമ്മൾ ഉണ്ടാക്കുന്ന മിസ്റ്റേക്സ് പോലും ആൾക്കാർ ഒരുപാട് നോട്ടീസ് ചെയ്യുന്നു എന്നുള്ളൊരു തോന്നൽ. ബേസിക്കലി വി ആർ ഓവർ എക്സാജറേറ്റിംഗ് ദി അറ്റൻഷൻ ദാറ്റ് വി ആർ ഗെറ്റിംഗ് ആൻഡ് ഇറ്റ് ഇസ് മോസ്റ്റ്ലി നെഗറ്റീവ്. നമ്മുടെ കുറ്റങ്ങളൊക്കെ ആൾക്കാർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്, നമ്മൾ കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യപ്പെടുകയാണ് എന്നൊരു ഫീലിംഗ് ആണ് ഇത് തരുന്നത്. അങ്ങനെയുള്ള സിനാരിയോസ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ നമ്മൾ വിചാരിക്കുന്ന അത്ര ഫ്രീക്വൻ്റ് ആയിട്ട്, അത്ര ഇൻറ്റൻസിറ്റിയിൽ മേ ബി ദിസ് ഇസ് നോട്ട് ഹാപ്പനിങ് എവറിവെയർ. ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് പലപ്പോഴും ഈഗോ സെൻട്രിസിസം. നമ്മളൊക്കെ ഈഗോ സെൻട്രിക്, നമ്മൾ ഓറിയൻറ്റഡ് ആണ്. വി കെയർ എ ലോട്ട് അബൌട്ട് ഹൗ വി ലുക്ക്, ഹൗ വി സ്പീക്ക് ആൻഡ് ഓൾ. മറ്റുള്ളവരും അത്ര തന്നെ നമ്മളെക്കുറിച്ച് കെയർ ചെയ്യും എന്നുള്ളൊരു മിസ്കോൺസെപ്ഷനിൽ നിന്ന് വരുന്ന ഒരു ബയസാണ് ശരിക്കും ഈ സ്പോട്ട്ലൈറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി, ഇഫ് വി ആർ ഓൾ സോ ഈഗോ സെൻട്രിക്, നമ്മളെ പറ്റി ഇത്രയും ഫോക്കസ്ഡ് ആയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റൊരാളെക്കുറിച്ച് അത്രയും ആലോചിക്കാനുള്ള സമയം കാണുമോ? That's a question you must ask yourself. And ഇതുപോലുള്ള സിനാരിയോസ് ഇനി വരുമ്പോൾ just remember what Roman philosopher Seneca said. We suffer more often in imagination than in reality.